നമ്മൾ ആരെ ഭയപ്പെടേണ്ടത്? പിശാചിനെ ഭയപ്പെടുന്ന ആരാണ്? അവർക്ക് പിശാചിനെ പേടിയാണെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന പാപം കൊണ്ടാണ്. വചനം വന്നാൽ പാപം ചെയ്യാൻ സാധിക്കില്ല. സങ്കീർത്തനം 119:9-12 കണ്ടോ? വചനം ഞങ്ങൾ നിലനിന്നാൽ ഇഷ്ടമുള്ളത് 15:7. വചനം വന്നാൽ നിങ്ങൾ ശക്തരാണോ? 1 John 2:40. നിങ്ങളുടെ ഉള്ളിലുള്ള പുറത്തുള്ളതിനേക്കാളും ശക്തനാണ്. വചനം ഏതാണ്? 1 John 4:4. ഇങ്ങനെയാണ് വചനം വരുന്നത്. അപ്പൊ വചനം നിങ്ങളിൽ വരുമ്പോഴാണ് ഈ കൃപ വരുന്നത്. കൃപ വരുമ്പോ എങ്ങനെയാണ്? എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ. ലൂക്കാ 11:20. ഇന്റേണൽ മാനിഫെസ്റ്റേഷൻ. റോമ 14:17. ഇന്റേണൽ എന്ന് വെച്ചാൽ നല്ല സന്തോഷം, അല്ല ഇങ്ങനെ ഒന്ന് കുടുങ്ങിയായിട്ടും പോണല്ല കേട്ടോ. ചിലപ്പോ മറ്റോരും ഇങ്ങനെയാണെന്ന് പറഞ്ഞു അനേക. ഈ കൈവച്ച് പ്രാർത്ഥന കൊണ്ട് എന്തുമാത്രം ഭാഷാശക്തിയാണ് പോണതെന്നറിയാമോ? തമ്മിൽ കേട്ടോ. സകല പിശാചികളും നേരെ കൈവെക്കുന്നു. അപ്പൊ എന്താ നിങ്ങളിൽ കിട്ടണം? ആമന്റെ എല്ലാ അറിവുകളും നിങ്ങളെ കിട്ടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് 1 തിമോത്തി 5:22-23 എടുക്കാൻ കൂട്ടല്ലേ, വിശുദ്ധി പാലിക്കണമേ എന്നൊക്കെ പറഞ്ഞു. കേൾക്കുവാ? ഒന്നും കേൾക്കല, എല്ലാം കുതിരപ്പുറത്തോടെ ഓടും. എവിടെ? യെശയ്യ 30:11-12 ഇതുകൊണ്ടാണ് നമ്മൾ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തും എന്ന് പറയുന്നത്. 5:5-10 ഇതുകൊണ്ടാണ് 24:49 എന്താ പറഞ്ഞേക്കുന്നത്? വായിച്ചിട്ടുണ്ട്. രാവിലെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ. ആ ശക്തി ധരിക്കണം, ആ ധരിച്ചത് നിലനിർത്തണം കേട്ടോ. അല്ലെങ്കിൽ അത് പോകും. ആ ശക്തി വന്നിട്ട് ആ വഴി തന്നെ പോകും. ദൈവാത്മാവ് ആ വചനം നിങ്ങൾ കൊടുത്തു. അതാണ് കൊളോസസ് 1:29 പറയുന്നത്. ശക്തി കൊണ്ട് ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. കൃപ എന്താണ്? ഈ കൃപ വെറുതെ കിട്ടുമോ? വായിട്ട് പൊളിച്ചു. ഈ കൃപ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണം, ഉപവാസം വേണം. അതാണ് മർക്കോസ് 9:20. ബൈബിളിലെ പിശാചിന് ഉപവാസം എടുത്ത് കളഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ശക്തി വരുമോ? പോരാ. അതുകൊണ്ടാണ് കർത്താവ് 40 ദിവസം 4:14 വന്നപ്പോ ശക്തിയോടെയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ബലഹീനമായ ശരീരമാണോ അല്ലയോ? ആണ്. എവിടെ വരും? 26:46 ആത്മാവ് സന്നദ്ധമാണെങ്കിൽ ശരീരം ബലഹീനമത്രേ. ഈ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തുമോ? കർത്താവിന്റെ എന്താ കിട്ടണമെന്നറിയാമോ? ദയാണ്. റോമ 9:15 വായിച്ചത് കൊച്ചത്തിൽ കണ്ടത്. ആ 18 വനം ഈ ദൈവനാണ് കരുണ. അതിനാണ് ഈ കരുണ. കർത്താവേ ഞാനൊരു പാപിയാണെന്ന് വിളിച്ചു എല്ലാം കൊടുക്കും കർത്താവ്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. താൻ ഇച്ഛിക്കുന്നവരോടെന്നല്ല മംഗ്ലീഷ് എന്ന് പറയുന്നത്. താൻ ഇച്ഛിക്കുന്നവരോട് മംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നത് ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. അതാണ് റോമ 11:22 കഠിന ഹൃദയരാവുക. അതാണ് അവരൊന്നും വലിയ ലക്ഷണമല്ല കർത്താവില്. മരിച്ചാലും വരില്ല, തിരിച്ചാലും വരുമോ? കഠിന ഹൃദയരാക്കുക ദൈവത്തിന്റെ പദ്ധതിയാണത് കേട്ടോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേണ്ട വേണ്ട. യെരമ്യാ 7:14 അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കൂടി വേണ്ട. യെശയ്യാ 6:9-10 കഠിന ഹൃദയരാക്കി മാറ്റുകയാണ്. അവരൊരിക്കലും മരിക്കുന്നവരെ കർത്താവ് വലിയല്ല കേട്ടോ. യെരമ്യാ 11:11 അവര് വരികയല്ലേ കർത്താവിന്റെ. അവര് റോമ 1:32 അവര് കഠിന ഹൃദയരായി പോകുന്നു. ഇവരാണ് മത്തായി 13:14-17 വനത്തില്. റോമ 1:32 ഇവരാണ് അപ്പോസ്തല പ്രവർത്തനം 28, 26, 27 പറയുന്നത്. കർത്താവ് തന്നെ യേശു തന്നെ പറയുന്നു. യോഹന്നാൻ 12:40 കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് 1 യോഹന്നാൻ 5:16-17 അവരെല്ലാം കർത്താവിലോട്ട് വരും. കർത്താവിന് ആവശ്യം ആത്മാവിനെയാണ്. പിന്നെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ചിലപ്പോ ദൈവം, അതാണ് അപ്പോസ്തല പ്രവർത്തനം 22-23 പറയുന്നത്. ഒരു പക്ഷേ
രക്ഷ പ്രാപിക്കും. അവർക്ക് മാമൂലിലേക്ക് അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. നമ്മളെല്ലാവരും ആലോചിച്ചാൽ കാണുമായിരുന്നു. യെശയ്യാ 55:8-9 ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ വ്യത്യസ്തമാണ്. ഞാനും നിങ്ങളും ചിന്തിക്കണമല്ല ദൈവം ചിന്തിക്കുന്നത്. ആ ചിന്ത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എവിടെ വരണം? 1 കൊരിന്തോസ് 2:16 കാണാപ്പടം പഠിക്കണ വേണ്ട. 1 കൊരിന്തോസ് 2-ാം അധ്യായം കാണാപ്പടം പഠിക്കേണ്ടെന്ന് ആഗ്രഹമുള്ള ദൈവത്തിന് അത് പഠിച്ചാലേ ഈ ആത്മാവിൽ വരുള്ളൂ. അല്ലെങ്കിൽ അവന്റെ പുറകെ ഇവന്റെ പുറകെ അവസാനമുള്ളൂ. എന്നിട്ട് പറയാം അവസാനം എല്ലാം കഴിയുമ്പോ നിങ്ങളുടെ കൊട്ട കരപ്പയിലാവും. അതായത് വീട്ടില് ചൊറിയും കുത്തി ഇരുന്ന് ചിലപ്പോ വേണ്ടാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഈശ്വരം ഉണ്ടായില്ല, സ്നേഹം ഉണ്ടായില്ല, സമാധാനം ഉണ്ടായില്ല. പ്രാർത്ഥനക്കാരനായിരിക്കും, പക്ഷെ ഭയങ്കര അടിയുമായിരിക്കും, കളിയുമായിരിക്കും, വഴക്കായിരിക്കും, പണത്തിന്റെ പുറകെ പോകും. ഇത് ചെയ്യാത്ത പാപങ്ങളൊന്നും ഉണ്ടാകില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവര് പറയാം എവിടെയെങ്കിലും ഒരു മന്ത്രം കിടക്കണമെങ്കിൽ മന്ത്രവാദിയെ വിളിച്ചെടുത്തു കൊണ്ടുപോയിക്കളെ. അപ്പൊ വിശ്വാസികളെ പോയി അങ്ങനെ പലർക്കുണ്ട്. ചെല്ലുമ്പോഴേ അവിടെ ഒരു മന്ത്രവാദിയുണ്ട്, അയാളെ വിളിച്ച് ആ സാധനം എടുത്ത് കളയാൻ പറഞ്ഞു. ഈ മ്ലേച്ഛ വസ്തുക്കളെ തിരിച്ചറിയണമെങ്കിൽ കൃപ തന്നെ വരണം. വിശുദ്ധി ഇല്ലാത്തവന് ഒരുത്തനും മ്ലേച്ഛ വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരുത്തനും ലോകത്തിൽ സാധിക്കില്ല. അത് ജ്ഞാനം 5:19 ജ്ഞാനം വിശുദ്ധിയാണ് പടവാള്. വിശുദ്ധി കൊണ്ട് മാത്രമേ നിങ്ങൾ കർത്താവിൽ വരാൻ സാധ്യതയുള്ളൂ. അല്ലോ, അതുകൊണ്ട് വിശുദ്ധിയിലേക്കാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഈ 4 കൊല്ലം ഭാഗ്യവാൻ എന്ന് പറയുന്നത് എന്താ? ചോരം തന്നിരിക്കണമല്ല, വിശുദ്ധി പാലിക്കുന്നവനാണ് ഭാഗ്യവാൻ. അതാണ് റോമ 12:1. അത് കുറച്ച് പ്രയാസമാണ്, മനസ്സിലായില്ല? അതിന് കുറച്ച് പ്രയാസം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, കൃപ തരാൻ. ആദ്യം കുറെ നാൾ അതിന് പ്രാർത്ഥിക്കുക, കർത്താവേ ആ വിശുദ്ധി പാലിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, ഞാൻ ഭാവിയാണ്. അതുകൊണ്ടാണ് 1 തിമോത്തി 1:15 ഞാനാണ് ഏറ്റവും വലിയ. അപ്പൊ വാരിക്കോരി കൊടുത്തില്ലേ? എനിക്ക് ഒരു ഭാവമില്ലെന്നും പറഞ്ഞ് നടക്കുക വല്ലതും കിട്ടുമോ? കളവ് 1 യോഹന്നാൻ 1:5-10 വ്യാജം പറയുന്നത്. പൗലോസ് പറഞ്ഞതാണല്ലോ ലൂക്ക 5:8 എന്റെ കർത്താവേ ഓടിപ്പോയിക്കോളെ പേടി. എല്ലാം ഭാഗ്യമാണ് വന്നേക്കണ. എല്ലാം നല്ലവരാണ് വന്ന കർത്താവ്. നല്ലവൻ ഒരു ബന്ധം പോലും ഇല്ല. സങ്കലം ഭാഗ്യത ഞാനും നിങ്ങളല്ല. പക്ഷെ കർത്താവിന്റെ കൃപ ഈ കാര്യം വായിച്ചു വരുന്നില്ലല്ലോ. അതിൽ കൂടിയാണ് ഞാനും നിങ്ങളൊക്കെ വന്നത്. റോമ 9 ആ 15 വായിച്ചത് ഒച്ചത്തിൽ വായത്. ദൈവത്തിന്റെ ഭാഗത്ത് അനീതി ഉണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ എന്താ ഇവിടെ കേട്ടത്? ദൈവത്തിന്റെ അപ്പൊ വീട് വെച്ചു കൊടുത്താൽ കിട്ടുവാ? വേറെ എന്തെങ്കിലും കൂടി നടന്നാൽ കിട്ടുവാ? രക്തം വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി ഇതെല്ലാം കല്യാണം നടത്തി കൊടുത്താൽ കിട്ടുവാ? ഇല്ല. പിന്നെ ഒന്നും എടുത്താലും കിട്ടിയല്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. പൂർണ്ണ വിശ്വാസത്തിൽ വരണം. അതാണ് ആ വിശ്വാസത്തിന്റെ വിവരിച്ചപ്പോഴാണ്. വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് യോഹന്നാൻ സുവിശേഷം 12:11 എല്ലാവരും പറയുന്നത്. വിശ്വസിക്കുമ്പോഴാണ് എല്ലാം പൂർണ്ണ വിശ്വാസം. അത് സംശയിക്കാലോ. വിവരിച്ചവർക്കെല്ലാം തന്റെ നാമം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നോ. ദൈവത്തിൽ നിന്നാണ്. അപ്പൊ പിതാവായ ദൈവം. യോഹന്നാൻ 17-ാം അധ്യായത്തില് ഒരു 14-ാം വാക്കുണ്ട്. അവൻ നൽകുന്നുണ്ട്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരുന്നു. അവിടുത്തെ വചനം ആരുടെ വചനം? പിതാവായ ദൈവത്തിന്റെ വചനം. പിതാവായ ദൈവത്തിന്റെ വചനം. പിതാവാരാണ്? യേശു തന്നെയാണ് വചനം. ദൈവം തന്നെയാണ്. യോഹന്നാൻ 18 ദൈവം തന്നെയാണ്. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ്. ഈ സംശയം കൊണ്ടാണ് കിട്ടാത്തത്. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, യേശു. ബുദ്ധിയിൽ കാണുന്നതുകൊണ്ടാണ് ഇതെല്ലാം കിടന്നുള്ള കോംപ്ലിക്കേഷൻ. ഈ നോളജ് ഫിലോസഫി എല്ലാം കളഞ്ഞ് ഇത്രയും ക്രിസ്ത്യാന ലോകത്തിലുണ്ടല്ലേ. ഇതെല്ലാം മനുഷ്യർക്ക് എവിടെയാണ് സെക്കൻഡ് ഉണ്ടാവും. വരാൻ കഴിയില്ല. വരുന്നവരെ നമ്മൾ തടുക്കും. 23-24
ആരെക്കാളും